ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമുക്കിങ്ങനെ ലോങ് വീഡിയോ എടുത്തിട്ടൊന്നും അറിയില്ല, കാരണം നമുക്ക് എടുത്തു തരാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നുള്ളത്. ഇന്ന് ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീച്ചിന്, കാരണം ഇന്ന് ബറാത്താന്ന. അപ്പോൾ മോനെ മദർസിലെല്ലാം അയച്ചിട്ടായിട്ട് ഞാൻ കിച്ചണിലേക്ക് പോയി നോക്കി. അപ്പോഴേക്ക് ഉമ്മ ഇതാ കഞ്ഞി വെക്കേണ്ട പരിപാടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാതിലെല്ലാം തുറന്നിട്ട് ഒന്ന് മുറ്റത്തെല്ലാം നോക്കിയിട്ടായിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ഉമ്മാനെ കുറച്ച് സഹായിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് സമയം മുറ്റത്തെല്ലാം ഇരുന്ന്. ഇന്ന് സ്പെഷ്യലായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, അത് പിന്നെ പറയാം. പിന്നെ ഞാൻ ഉമ്മാനെ കുറച്ച് സഹായിച്ച് തേങ്ങയെല്ലാം ചിരകി കൊടുത്തിട്ടായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് നേരെ പുറത്തേക്ക് പോയിട്ട് മുറ്റമെല്ലാം ഒന്ന് അടിച്ച് പറഞ്ഞാൽ ഈ വീഡിയോയിൽ നേരെ അതിനൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു കൈയോട് അടിക്കുന്നത്, ഒരു കൈയോട് ഫോൺ പിടിക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ മുറ്റമെല്ലാം അടിച്ച് ഫുള്ള് ക്ലീനാക്കിയിട്ടെടുത്ത് മുറ്റം വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ ഓരോരോ സ്ഥലത്തുനിന്ന് കഞ്ഞിയെല്ലാം കൊണ്ടുതരാൻ കഴിഞ്ഞിട്ടാ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ മുറ്റമെല്ലാം എല്ലാം ക്ലീൻ ചെയ്തിട്ട് വെച്ച് പിന്നെ കുറച്ച് അലക്കലും പരിപാടിയെല്ലാം ഉണ്ടായിന്. അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഉള്ളിലേക്ക് വരുമ്പോൾ ഉമ്മാൻ്റെ നല്ല അടിപൊളി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ചക്കര കഞ്ഞി എന്നാട്ടെ നമ്മളിവിടെ പറയൽ. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കഞ്ഞി. അങ്ങനെ ഞാൻ കുറച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കി. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയതാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ് ഉണ്ടായിന്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ മോളെ എണീച്ചിട്ടുണ്ട് കരയിൽ നിന്ന്. അങ്ങനെ മോളെ എണീച്ച് ഫ്രഷെല്ലാം ആക്കിപ്പിച്ച് അങ്ങനെ ഞാൻ വേഗം പണിയൊരുക്കുന്നതാണ് കേട്ടോ. ഇല്ലത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടേ നമുക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ വീട്ടിൽ പോകാനുണ്ട്. എൻ്റെ അനിയൻ ഇന്ന് ഗൾഫിൽ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ വീട്ടിൽ പോകാനുണ്ട്. അപ്പോൾ വേഗം പണിയെല്ലാം ഒരുക്കിയിട്ട് പോകുന്നതാണ്. ഞാനും എൻ്റെ ചെറിയ മോളും മൂത്ത മോനുമാണ് പോകുന്നത്. രണ്ടാമത്തോനും ഉമ്മാവും കൂടിയിട്ട് പങ്ങളെ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയിട്ടായിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് ചെയ്യുന്നുള്ളത്. അങ്ങനെ പെരക്കെത്തുമ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോനാണ് അവിടെ നിന്നിട്ട് നോക്കുന്നില്ലത്. എന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൻ എന്നെ നോക്കിയിട്ട് നാണക്കേടായിട്ട് ഓടുന്നുണ്ട്. പിന്നെ വീട്ടിൽ പോകുമ്പോൾക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ ഫാമിലിയിലെല്ലാം കുറേ ആളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സാമ്പാറും നല്ല അടിപൊളി നെയ്ച്ചോറ്, ബീഫ് കറി, പിന്നെ ചിക്കൻ കറി, അങ്ങനെ എല്ലാം ഉമ്മാവും അനിയത്തി ആറെല്ലാത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് എനിക്കൊന്നിനും കൂടാനൊന്നും പറ്റിയിട്ടാ. എൻ്റെ അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായി വരുമ്പോൾ നല്ല അടിപൊളി കുറേ അപ്പോലം കൊണ്ടുവന്നിനി. അപ്പോൾ അതെല്ലാം നമുക്ക് തിന്നലും നോക്കലെല്ലാം ചെയ്യുന്നില്ലത്. പിന്നെ അവർ ചോറ് വേവിച്ചിട്ട് അനിയനെല്ലാം പോയതിന് ശേഷമുള്ള വീഡിയോ ആണ് അതായത് ഞങ്ങൾ ചോറ് വേവിച്ച് പിന്നെ അമ്മായി കൊണ്ടുവന്ന അപ്പോലം തിന്നിട്ടായിട്ട് എൻ്റെ അനിയത്തിക്കും എല്ലാവർക്കും ഒന്ന് ടൗണിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് സെഞ്ചുറി വെഡ്ഡിങ് സെൻറ്ററിലാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ഉദ്ഘാടനമായിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ നമ്മൾ ഒന്ന് പോയോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമ്മളെ കാഞ്ഞങ്ങാടുള്ള എല്ലാ ഷോപ്പിനേക്കാളും നല്ല ഏറ്റവും വലുതും തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ആടുന്ന് കുറേ സെൽഫി എടുത്ത് അങ്ങനെ കുറേ വീഡിയോസെല്ലാം എടുത്ത് കുറേ ഡ്രസ്സെല്ലാം നോക്കി. അങ്ങനെ അമ്മായി മോക്ക് ഡ്രസ്സ് എടുത്ത് പിന്നെ ഞാൻ എൻ്റെ മോക്കും കൂടി ഡ്രസ്സെല്ലാം നോക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ആടുന്ന് കുറേ സമയം വരെ ആടെ തന്നെ നിന്ന് നല്ല സെലക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചെല്ലാം നോക്കി ബില്ലാക്കിയിട്ടായിട്ട് നേരെ പെരക്കേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ആടുന്നൊരു കോഫിയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കുടിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.